Hello friends, Technique Malayalam വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് റെഡ്മിന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഓർ എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആയ Redmi 10A ആണ്. അപ്പോൾ 2020 Xiaomi Redmi 9A എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് ഫോൺ ഇറക്കിയിരുന്നു. അത് ദേശ് കാ സ്മാർട്ട് ഫോൺ എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. അതായത് രാജ്യത്തിന്റെ സ്മാർട്ട് ഫോൺ ആയിരുന്നു. അപ്പോൾ ഇത്തവണയും ആ ടാഗ് ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ദേശ് കാ സ്മാർട്ട് ഫോൺ. ഇതിന്റെ പ്രൈസ് വരുന്നത് 8499 രൂപയാണ് ബേസ് വേരിയന്റ്. അതായത് 3GB റാമും 32GB സ്റ്റോറേജും ആണ്. പിന്നത്തെ വേരിയന്റ് എന്ന് പറഞ്ഞാൽ 4GB റാം 64GB സ്റ്റോറേജ്, അതിന് 9499 രൂപയാണ്. അപ്പോൾ റെഡ്മി 10A അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്പെക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ റെഡ്മി 10Aയും റെഡ്മി 9Aയും തമ്മിൽ കാര്യമായ ഒരു ഹാർഡ്വെയർ ചേഞ്ചസ് ഒന്നും തന്നെ വരുന്നില്ല. കാരണം ദേശ് കാ സ്മാർട്ട് ഫോൺ ആണെങ്കിലും ഇതിനൊരു കാര്യമായ അപ്ഗ്രേഡ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഡിസൈനിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഇത്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് MIUI 12.5 ആണ് ഇതിൽ വരുന്നത്. മുമ്പത്തേൽ ഇതുണ്ടായിരുന്നില്ല. പിന്നെ ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചേഞ്ചാണ് കാര്യമായി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ നമ്മൾ ചെയ്യാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ദേശ് കാ സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് തുടങ്ങാം. റെഡ്മി 10A അൺബോക്സിംഗിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. ഇപ്പോൾ റെഡ്മി 10A എഴുതി കാണാം. ഒക്ടോകോ പ്രോസസ്സർ, ഹീലിയോ G25 ഒക്ടോകോ പ്രോസസ്സറാണ്. 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ഇവിടെ മീ ബ്രാൻഡിങ് ആണ്. പിന്നെ സ്മാർട്ട് ഫോണിൻ്റെ പടം ഫ്രണ്ടിൽ കാണാം. പിന്നെ സ്പെക്സിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വീണ്ടും തന്നെ ബാക്കി എഴുതിയിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇൻക്ലൂഡഡ് ആണ്. 10W ചാർജിങ്ങേ ഉള്ളൂ. വളരെ ബേസിക് എൻട്രി ലെവൽ ചാർജിങ് ആണ്. ഹീലിയോ G25 വിത്ത് ഹൈപ്പർ എഞ്ചിൻ 1.0, 13 മെഗാപിക്സൽ പ്രൈമറി റിയർ ക്യാമറ, 5 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ്. പിന്നെ ഡ്യുവൽ വോൾട്ടി വിത്ത് വോയിസ് ഓർ വൈഫൈ, അഡീഷണൽ വെർച്വൽ റാം ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ട് ഉണ്ട്. 2+1 സ്ലോട്ടാണ്. 6.53 ഇഞ്ച് ഡോട്ട് നോച്ച് ഡിസ്പ്ലേ, സ്പ്ലാഷ് പ്രൂഫ് നാനോ കോട്ടിംഗ് ഉണ്ട്. അതേപോലെ നൈറ്റ് മോഡ് ഫോർ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി, 3D കർവ്ഡ് ബാക്ക് പാനലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് ഡീറ്റെയിൽസ് ചെയ്തിരിക്കുന്നത്. നമുക്കിലേക്ക് കിട്ടിയിരിക്കുന്നത് സീ ബ്ലൂ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് 4GB റാമും 64GB സ്റ്റോറേജാണ്. വേറൊരു വേരിയൻറ്റും കൂടെ ഉണ്ട്, 3GB റാം 32GB സ്റ്റോറേജ്. അതിന് 8499 രൂപയാണ്. ഇതിൻ്റെ വില 9499 രൂപയാണ്. അപ്പോൾ 1000 രൂപ ഡിഫറൻസ് ആണ് 4GB 64GB വേരിയൻറ്റ് വരുന്നത്. സീ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. അപ്പോൾ വളരെ ക്വിക്കായിട്ട് നമുക്കൊന്ന് തുറക്കാം. അപ്പോൾ ബോക്സ് തുറന്ന് നോക്കാം. നമുക്ക് ആ ഫോണിൻ്റെ ഡിസൈനും ബാക്കിയുള്ള ആസ്പെക്ട്സിലേക്ക് കിടക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന മുകളിൽ റെഡ്മി 10A ആണ്. ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം. ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത് നോക്കാം. ഇതിനകത്ത് നമുക്ക് കേസ് ഇൻക്ലൂഡഡ് അല്ല. ആക്ച്വലി വെറും ഒരു എന്താ പറയുക സേഫ്റ്റി ഗൈഡ് മാത്രമേ ഇൻക്ലൂഡഡ് ഉള്ളൂ. കേസിനകത്ത് വരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് സാർ വാല്യൂ എഴുതിയിട്ടുണ്ട്. 0.528 ആണ് ഹെഡ് സാറ്. ബോഡി സാറ് 0.791 ആണ് വരുന്നത്. ട്രിപ്പിൾ സ്ലോട്ട് കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇത്രേ വരുന്നുള്ളൂ. പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്നെ കാണാം. ഒരു 10W ബേസിക് ചാർജിങ് ആണ് വരുന്നത്. ഷവോമിൻ്റെ 10W ചാർജറാണ്. പിന്നെ ഒരു USB Type C. ഇത് Type C ആണോ നമുക്ക് നോക്കട്ടെ. ഇത് Type C അല്ല, മൈക്രോ USB ആണ് വരുന്നത്. അതൊരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റാണ്. മൈക്രോ USB എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫോൺസ് പോലും മൈക്രോ USB വരുന്നില്ല. ഇതിനകത്ത് മൈക്രോ USB ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഡെഫിനറ്റ്ലി ഒരു പോരായ്മയായിട്ട് പറയാം. ഇനി നമുക്ക് അടുത്ത ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ആസ്പെക്ട്സിലേക്ക് കിടക്കാം. അപ്പോൾ ഡിവൈസ് ബൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി ഡിസൈൻ ആസ്പെക്ട്സിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഡിസൈൻ നമുക്ക് കണ്ടില്ല, ഒരു നല്ല പാറ്റേൺ ആണ്, നല്ലൊരു ബാക്ക് പാനൽ ഫിനിഷാണ്. പ്രത്യേകിച്ച് ഈ ക്യാമറ യൂണിറ്റ് ഇവിടെ കുറച്ചൊരു പ്ലാസ്റ്റിക്, ഒരു ഗ്ലോസി പ്ലാസ്റ്റിക് ആണ് വരുന്നത്. റെഡ്മി ബ്രാൻഡിങ് ആണ്. ഇതൊരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 13 മെഗാപിക്സൽ പ്രൈമറി സെൻസറാണ് വരുന്നത്. ഒറ്റൊരു ക്യാമറയുള്ളൂ, പക്ഷേ 4 പോലെ ഉണ്ട്. 13 മെഗാപിക്സൽ, പിന്നെ LED ഫ്ലാഷ് കാണാം. ഒരു സിംഗിൾ 13 മെഗാപിക്സൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബാക്ക് പാനൽ ആക്ച്വലി നല്ലതാണ്, നല്ലൊരു ഫിനിഷും ഒരു ലൈൻസും കാണാം. ബ്ലൂ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ പവർ ആൻഡ് വോളിയം കീസാണ് വരുന്നത്. ഇവിടെ സിം ട്രേ ആണ്. സിം ട്രേ ഞാൻ നേരത്തെ പറഞ്ഞു ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഉണ്ട്. മുകളിൽ 3.5mm ഓഡിയോ ജാക്ക്, താഴെ മൈക്രോ USB ചാർജിങ് പോർട്ടും അതേപോലെ സ്പീക്കർ യൂണിറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു മൈക്രോ USB ഡെഫിനറ്റ്ലി ഒരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് ആണ്. ഇതിൽ വരുന്നത് MIUI 12.5 ആണ്. MIUI 13 വരുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഫോണൊന്ന് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ റെഡ്മി 10A ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം ഡിസ്പ്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറയാം. കാരണം HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉണ്ട്. വ്യൂയിങ് ആംഗിൾസ് കുഴപ്പമില്ല, ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അതേപോലെ കളേഴ്സ് നല്ലതാണ്. പിന്നെ നമുക്ക് ബ്രൈറ്റ്നസ് ഒന്ന് ജസ്റ്റ് ഇൻക്രീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ. ടച്ച് റെസ്പോൺസ് നല്ലതാണ്, കളേഴ്സും കുഴപ്പമില്ല, നല്ലൊരു കോൺട്രാസ്റ്റി ഡിസ്പ്ലേ ആണെന്ന് പറയാം. അപ്പോൾ ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക MIUI 12.5 ആണ് വരുന്നത്. എബൌട്ട് ഫോൺ എടുത്താൽ നിങ്ങൾക്ക് കാണാം MIUI 12.5 ആണ്. വീണ്ടും തന്നെ ആൻഡ്രോയിഡ് 11 വരുന്നുള്ളൂ.
MIUI 13 കൊടുക്കാമായിരുന്നു, അതൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന ഷോമീൻ്റെ എല്ലാ ഫോൺസും തന്നെ MIUI 13 ആണ്. ഈ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിൽ MIUI 12.5 വരുന്നുള്ളൂ. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ കാര്യമായ കട്ട് ഷോട്ടൊന്നുമില്ല. ഇവിടെ എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ MIUIയിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ UI എക്സ്പീരിയൻസ് കുഴപ്പമില്ല. പിന്നെ Android 11 വരുന്നുള്ളൂ. പിന്നെ നമുക്ക് കാണാം ആപ്പ് ഡ്രോവർ എക്സ്പീരിയൻസ് കുറച്ചധികം പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് Helio G25 ആണ് പ്രോസസ്സർ. ഇതിനകത്ത് 3 GB റാം 4 GB റാമാണ് വരുന്നത്. 32 64 GB സ്റ്റോറേജ് ആണ്. അപ്പോൾ ഈ പ്രൈസ് സെഗ്മെൻറ്റ് Helio G25 എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ചിപ്പ് സെറ്റാണ്. എനിക്ക് തോന്നുന്നു യൂണിസോക്കിൻ്റെ T610 കുറച്ചും കൂടെ ബെറ്റർ ആയ ഒരു ചിപ്പ് സെറ്റാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. പ്രത്യേകിച്ച് ഓവറോൾ എക്സ്പീരിയൻസ് പറയുമ്പോൾ Helio G25നേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആണ് യൂണിസോക്കിൻ്റെ ടൈഗർ T610 ഒക്ടോകോർ പ്രോസസ്സർ. അത് കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഒരു ബേസിക് എക്സ്പീരിയൻസ് നമുക്ക് ഇതൊന്നും കിട്ടുന്നതാണ്. അപ്പോൾ കൂടുതൽ യൂസ് ചെയ്താലേ എനിക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാൻ പറ്റില്ല. എങ്കിലും എനിക്ക് ഫസ്റ്റ് യൂസേജിൽ കുഴപ്പമില്ലാത്ത ഒരു ഫോണാണെന്ന് പറയാം. പിന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക 4 GB റാം എടുക്കുമായിരിക്കും. 3 GB റാം കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ലോ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 4 GB റാം എടുക്കുമായിരിക്കും ബെറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാം. ഇതിനകത്ത് വരുന്നത് ഒരു സിംഗിൾ ക്യാമറയാണ്, 13 മെഗാപിക്സൽ ക്യാമറയാണ് വരുന്നത്. അതേപോലെ നമുക്ക് ഒരു 5 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. വീഡിയോ റെക്കോർഡിംഗ് ഒന്ന് നോക്കാം നമുക്ക്. 1080p 30 FPS ആണ് വരുന്നത്. ഫോട്ടോ മോഡുണ്ട്, പോർട്രേറ്റ് മോഡുണ്ട്. മോറിൽ പോയി കഴിഞ്ഞാൽ നൈറ്റ് മോഡും കാണാം, ടൈം ലാപ്സും കാണാം, ഷോർട്ട് വീഡിയോ ഉണ്ട്. അപ്പോൾ ബേസിക് ആയ ഒരു കോൺഫിഗറേഷൻ നമുക്കിവിടെ ക്യാമറയിലും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം Redmi 10A എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അത്യാവശ്യം ഭേദപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആണ്. 2500 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സ്മാർട്ട് ഫോണിന് വേണ്ട ഒരു ക്യാമറ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഇതിനകത്തും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കിട്ടും. 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഒരു നല്ല എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ 10 watt ചാർജിങ്ങേ വരുന്നുള്ളൂ. ബേസിക് ചാർജിങ് ആണ്, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് അല്ല, 10 wattേ വരുന്നുള്ളൂ. പക്ഷേ അതിലും വലിയൊരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോ USB ആണ്. അത് അവോയ്ഡ് ചെയ്യായിരുന്നു. USB Type-C കൊടുക്കണമായിരുന്നു. കാരണം ഇപ്പോൾ 2022 ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും തന്നെ മൈക്രോ USB സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ Redmi 9A പോലത്തെ 9A അപ്ഗ്രേഡ് വന്നിട്ടും മൈക്രോ USB പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു ഡെഫിനറ്റ്ലി പോരായ്മയായിട്ട് പറയാം. അപ്പോൾ ഇതായിരുന്നു Redmi 10A ഒരു അൺബോക്സിങ്ങും ക്വിക്ക് ഹാൻഡ്സ് ഓണും. അപ്പോൾ ഇതിൻ്റെ ബേസിക്കായ നല്ല കാര്യങ്ങൾ എന്താ വെച്ചാൽ നല്ല ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി, നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉണ്ട്. ഡീസൻറ്റ് പെർഫോമിംഗ് ചിപ്പാണ്, നല്ല ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടും. അതേപോലെ ഡീസൻറ്റ് ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറയുകയാണെങ്കിൽ MIUI 13 ഇല്ല. പിന്നെ മൈക്രോ USB പോർട്ടേ വരുന്നുള്ളൂ എന്താ പറയുക ചാർജിങ്ങിന്. പിന്നെ പ്രോബബ്ലി കുറച്ചും കൂടെ ബെറ്റർ ചിപ്പ് തരാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. യൂണിസോക്കിൻ്റെ ഒരു ഒക്ടോകോർ പ്രോസസ്സർ ആയിരുന്നു കുറച്ചും കൂടെ ബെറ്റർ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളും മേന്മകളും. ഡീറ്റെയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്താലേ നമുക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റും. എങ്കിലും ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇതായിരുന്നു Redmi 10A അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 3 GB റാമും 32 GB സ്റ്റോറേജിനും 8499 രൂപയും, 4 GB റാമും 64 GB സ്റ്റോറേജിന് 9499 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത് വാങ്ങാൻ നിങ്ങൾക്ക് me.com അല്ലെങ്കിൽ e-commerce സൈറ്റ്സിലോ അവൈലബിൾ ആണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.